ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉപ്പും മുളകിലെ സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ വളരെ മോശമായിട്ടുള്ള കമന്റുകളും പോസ്റ്റുകളും ഒക്കെയാണ് ഇൻസ്റ്റയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതേടാ കീലേരി തന്നെ. ഞാൻ തിരിച്ചു വല്ലാന്ന് വിചാരിച്ചു. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. ഇനി അറസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. അതായത് അവന്റെ ആക്സിഡന്റിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിന്റെ കൂടെ വേറെ ക്ലിപ്പൊക്കെ ആടിയിട്ട് വളരെ ഫണ്ണി ആയിട്ടാണ് ഓരോരുത്തർ ചെയ്തിട്ടേക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ അവനെ സൈബർ അറ്റാക്ക് ചെയ്തിട്ട് അവന്റെ ജോലിയെല്ലാം കളയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടിട്ട് അവന്റെ കരിയർ നശിപ്പിക്കാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ തിരിച്ചു വല്ലാന്ന് വിചാരിച്ചു. എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്. അഭിനയിക്കുക എന്നുള്ളത് അവന്റെ ജോലിയാണ്. പലരും പറയുന്നുണ്ട് ഇനി അഭിനയിക്കാനായിട്ട് അവനെ കയറ്റരുത്, കാരണം ഇത്രയും വലിയ തെറ്റ് ചെയ്തതാന്നൊക്കെ. അഭിനയിക്കുന്നത് അവന്റെ ജോലിയാണ്. ആ ജോലി ചെയ്യാനായിട്ട് അവനെ അനുവദിക്കുക. നല്ല സ്കില്ലുള്ള ഒരു ആക്ടറാണ്. ഞാൻ ഉപ്പും മുളകും കുറച്ചു കാലമായിട്ട് കാണുന്നില്ലായിരുന്നു. ബാലു ഒക്കെ പോയ പിന്നെ ഇപ്പൊ കാണാൻ തുടങ്ങിയത് ഇവൻ വന്നതിന് ശേഷമാണ്. നല്ല രസമുണ്ട് കണ്ടിരിക്കാനായിട്ട് ഇവന്റെ അഭിനയമൊക്കെ. ഉപ്പുമുളകിൽ ഇവൻ വന്നതിന് ശേഷം നല്ല അഭിപ്രായമാണ്. കമന്റ് ബോക്സിൽ തന്നെ ഇവന്റെ ക്യാരക്ടറിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് വരുന്നത്. സത്യം പറയുവാണെങ്കിൽ ഉപ്പുമുളകിന്റെ മെയിൻ ആയിട്ടുള്ള 3 ക്യാരക്ടേഴ്സ് ഇതിൽ നിന്ന് മാറി നിൽക്കുവാണ്. അവർ പോയപ്പോൾ തന്നെ നല്ല റേറ്റിംഗ് കുറഞ്ഞായിരുന്നു. പിന്നെ റേറ്റിംഗ് നല്ലപോലെ കയറി വന്നത് ഈ സിദ്ധു വന്നതിന് ശേഷമാണ്. കമന്റ് ബോക്സിലൊക്കെ പലരും പറയുന്നുണ്ട് സിദ്ധു ഇനി വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇത് കാണില്ലെന്ന്. അവന്റെ തെറ്റുപറ്റി, അത് ക്ഷമിക്കാനായിട്ട് ആളുകൾ തയ്യാറാണ്. അവനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു പഴയ സിദ്ധുവിനെ തിരിച്ചു കൊണ്ടുവരുവാന്നൊക്കെ. അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. പിന്നെ ആളുകൾ പറയുന്നുണ്ട് ഇവൻ ഒരുപാട് തെറി പറഞ്ഞെന്നൊക്കെ. പക്ഷെ ഇവൻ തെറി പറയുന്നൊന്നും വീഡിയോയിൽ കാണുന്നില്ല. ഇവനെ തെറി പറയുന്നത് കാണുന്നുണ്ട്, ഇവൻ ആരെയും തെറി പറയുന്നതായിട്ട് ആ വീഡിയോയിൽ കാണുന്നില്ല. പക്ഷെ ഇവന്റെ കഴുത്തിൽ കൂടെ കയറിട്ട് വലിച്ചൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. അവൻ ചത്തുപോയിട്ടുണ്ടായിരുന്നെങ്കിലോ ആരെങ്കിലും സമാനം പറയുമോ? പിന്നെ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണ്, കഴുത്തിൽ കയറിട്ട് വലിച്ച ആളുടെ പേരിൽ പോലീസ് കേസെടുത്തില്ല. അതിനെക്കുറിച്ച് ഒരു ന്യൂസോ ഒരു അപ്ഡേറ്റോ ഞാൻ ഒരിടത്തും കണ്ടില്ല. അവനവന്റെ തെറ്റ് മനസ്സിലാക്കി മുന്നോട്ട് പോവുക, ഇനി ആവർത്തിക്കാതിരിക്കുക. അത് തന്നെയാണ് അവൻ ചെയ്യേണ്ടത്. അല്ലാതെ അവനെ ഇനിയും കുറ്റപ്പെടുത്തിയിട്ട് അവനെ കൊണ്ട് അപകടത്തിൽ ചാടിക്കുന്നേക്കാളും ഭേദം നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നത് തന്നെയാണ്. പിന്നെ ആളുകൾ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലും ഹോസ്പിറ്റലിലും ഒക്കെ ചെന്നിട്ട് അവൻ ബഹളം ഉണ്ടാക്കിയെന്ന്. അതിനൊരു കാര്യമുണ്ട്. അവൻ അവിടെ ചെന്നപ്പോഴത്തേനും അവന്റെ വെള്ളമെല്ലാം ഇറങ്ങി. അപ്പോഴത്തേനും അവന് മനസ്സിലായി കരിയറിനെല്ലാം പ്രശ്നമായിട്ടുണ്ട്. കാരണം അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് അവന് തന്നെ വട്ടുപിടിച്ചു. അങ്ങനെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അവൻ അവിടെ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. നമുക്കാണെങ്കിലും എല്ലാം കൈവിട്ടു പോകുമ്പോഴത്തേനും ഒരു വെപ്രാളം ഉണ്ടാകത്തില്ലേ? ആ വെപ്രാളം അവനും ഉണ്ടായി, അത്രേ ഉള്ളൂ. പിന്നെ ഇവന്റെ കഴിവിൽ ഇവന് നല്ല വിശ്വാസമുള്ള ഒരാളും കൂടിയാണ്. അതായത് ഉപ്പുമുളകിലേക്ക് ഇവനെ വിളിച്ചപ്പോഴത്തേനും ഇവൻ പറഞ്ഞു ചുമ്മാ ഞാൻ വരത്തില്ല, എനിക്കൊരു ഓഡീഷൻ വേണം, ആ ഓഡീഷനിൽ ഞാൻ ഓക്കെ ആയാൽ മാത്രം എന്നെ എടുത്താൽ മതി എന്ന്. അത്രയ്ക്കും കഴിവിൽ വിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ അവരോട് ആവശ്യപ്പെട്ടു എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയണം, എനിക്ക് ഒരു ഓഡിഷൻ വേണം. അത് അവർക്ക് ആവശ്യമില്ലായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, അവർ അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ അവിടെ ഒരു ഓഡിഷൻ ചെയ്തു. എന്നിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ്, എനിക്കൊരു തോന്നുന്നുണ്ട് ഓക്കെ നമുക്ക് ചെയ്ത് തെളിയിക്കാൻ പറ്റും. അപ്പോഴാണ് അവിടെ അറിയുന്നത് 13 പേര് വരെ നേരത്തെ ഓഡിഷൻ ചെയ്തിരുന്നു. 13 പേര് അതിലേക്ക് പ്രശ്നമാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. അപ്പോൾ 14ാമതായി വന്നവരാണ് ഞാൻ. എന്തൊക്കെയായാലും സിദ്ധാർത്ഥ് അവന്റെ തെറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് ഇത് റിപ്പീറ്റ് ചെയ്യാതെ പോവുകയാണെങ്കിൽ അവന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ഉപ്പുമുളകിൽ നിന്ന് അവനെ മാറ്റരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗൈസ്, എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.